തിരുവനന്തപുരത്ത് അമ്പൂരിയിൽ പുലി ഇറങ്ങിയിരുന്നു. ആ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടിയെന്ന് അറിയുന്നു. പുലിയെ നെയ്യാർ ഡാമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. രാവിലെയാണ് ഈ കാരിക്കുഴി മേഖലയിൽ പുലി വലയിൽ കുടുങ്ങിയത്. അതിന്റെ വിശദാംശങ്ങൾ കൂടി. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഈ മലമുകളിൽ നിന്ന് ഈ പുലിയെ ഒന്നുമില്ല, നമ്മൾ അനിമലിനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അനിമൽ ഒരു സബ്ഡൽറ്റ് ആണ്, ഒരു 3 to 4 years ഉള്ള സബ്ഡൽറ്റ് ഫീമെയിൽ ലെപ്പേഡാണ്. മറ്റ് ഹെൽത്ത് സ്റ്റാറ്റസും മറ്റു കാര്യങ്ങളൊക്കെ അനിമലിനെ വിശദമായിട്ട് നമുക്ക് പരിശോധന ചെയ്യേണ്ടതുണ്ട്. ഈ ആരോഗ്യസ്ഥിതി ഇപ്പോൾ പറയാറായിട്ടില്ല, അത് ഡോക്ടർമാരെ പറയാം. കാരണം ഇതൊരു ചെറിയ അനിമലാണ്, വെറും 3-3.5 വയസ്സ് പ്രായമുള്ള ഒരു വർഗത്തിൽപ്പെട്ട പുള്ളിപ്പുലിയാണ്. അപ്പോൾ അതിനെ നമ്മളിപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കി നമുക്ക് നോക്കാം, നല്ലത് മാത്രം വരുമെന്ന് പറയും. ഈ മേഖലയിൽ നേരത്തെയും ഇത്തരത്തിൽ പുലി ഇറങ്ങിയ മേഖല ഇത് വനമാണ്. ഇത് നെയ്യാർ വന്യജീവി സങ്കേതത്തിന്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. സിജോ, വിവരങ്ങൾ. അല്പസമയം മുമ്പാണ് പുലിയെ പിടികൂടിയത്. ചെറിയ പ്രായമുള്ള പുലിയാണെന്നാണ് പറയുന്നത്. ഒരു 4 വയസ്സ് വരെ മാത്രമാണ് പുലിക്ക് പ്രായമുള്ളത്. അതായത് മണിക്കൂറുകളോളം എടുത്തു ഈ പുലിയെ പിടികൂടുന്നതിന്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇത് അല്പം ഹില്ലി ഏരിയ ആണെന്നാണ് മനസ്സിലാകുന്നത്. ആ ഹില്ലി ഏരിയയിലേക്ക് ഇതിനെ പിടികൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഇരുമ്പ് കൂട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആദ്യം ഒരു തവണ മയക്കുവെടി വെക്കുന്നു, പിന്നെ ചെറിയ ഡോസിൽ മയക്കുവെടി വെച്ചു, 3 തവണ മയക്കുവെടി വെച്ചു. ആ മയക്കുവെടി വെച്ചതിന് ശേഷം ഇത് മയങ്ങിയതിന് ശേഷമാണ് അതിനെ കവർ ചെയ്യുകയും അതിനെ പിന്നീട് കൂട്ടിലേക്ക് മാറ്റുകയും ചെയ്തത്. ഇപ്പോൾ നെയ്യാറിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇത് നെയ്യാറിന്റെ വനമേഖലയാണ്. ഈ പ്രദേശത്ത് പുലിയൊക്കെ ഇറങ്ങുന്നത് നേരത്തെ ഇറങ്ങുന്നത് സാധാരണമല്ല, എങ്കിലും ആ വനമേഖലയാണ് എന്നുള്ളത് കൊണ്ട് അത്തരം സാധ്യത നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു. റബ്ബർ ടാപ്പിങ്ങിന് പോയ ഒരു തൊഴിലാളിയാണ് ഇത്തരത്തിൽ പുലിയെ കാണുന്നത്. ആ പുലി കുടുങ്ങാൻ കാരണം എന്ന് പറഞ്ഞാൽ അയാളുടെ ഈ കൃഷിയിടത്ത് വല കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ വലയിൽ കുടുങ്ങിയാണ് അവിടെ കാണുന്നത്. ചെറിയ പ്രായമുള്ള ഒരു പുലിയാണ് എന്നുള്ളതാണ്. പിന്നെ ഉടൻ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഇതുമായി ബന്ധപ്പെട്ട മറ്റാളുകൾ എത്തി ഇതിനെ പിടികൂടുകയാണ് ചെയ്തത്.